പ്രിയ കൂട്ടുകാരെ, അതിദാരിദ്ര്യത്തിൽ കഴിഞ്ഞിരുന്ന 12 വയസ്സുകാരന്റെ ഒരു കഥയാണ് ഞാനിന്ന് പറയുന്നത്. പുറത്ത് മഴ കനത്തു പെയ്യുന്നു. ചിമ്മിണി വിളക്കിന്റെ വെളിച്ചത്തിൽ അവൻ ഒരു മുറിയിൽ കിടക്കുന്നു. നേരം സന്ധ്യയായപ്പോൾ തന്നെ അവൻ കുറച്ച് കഞ്ഞി കുടിച്ചിരുന്നു. ആ കഞ്ഞിവെള്ളത്തിൽ അവിടെയും ഇവിടെയും കുറച്ച് വറ്റുകൾ മാത്രമുണ്ടായിരുന്നുള്ളൂ. അതിദാരിദ്ര്യത്തിന്റെ നാളുകളായിരുന്നു. അവൻക്ക് വീണ്ടും വിശക്കുവാൻ തുടങ്ങി. കുറച്ച് കഞ്ഞിവെള്ളമെങ്കിലും ബാക്കിയുണ്ടാകുമോ? അമ്മയോട് ചെന്ന് ചോദിക്കാമെന്ന് കരുതി അവൻ അമ്മയുടെ റൂമിലോട്ട് ചെന്നു. അപ്പോൾ അച്ഛൻ അമ്മയോട് എന്തോ സംസാരിക്കുന്നത് കേട്ടു. റൂമിൽ അവരറിയാതെ അവൻ കുറച്ചുനേരം അവരുടെ സംസാരം കേട്ടുനിന്നു. അച്ഛൻ അമ്മയോട് പറയുകയായിരുന്നു, ശോഭേ, എനിക്ക് വിശക്കുന്നു, ഉറക്കം കിട്ടുന്നില്ല. അത് കേട്ടപ്പോൾ ശോഭ പറഞ്ഞു, ആകെ കുറച്ചു വറ്റു മാത്രം ബാക്കിയുണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ മകൻ പ്രകാശനിക്ക് കൊടുത്തു. അവനെ സ്കൂളിൽ പോകുവാനുള്ളതല്ലേ രാവിലെ. അത് കേട്ടപ്പോൾ അച്ഛൻ പറഞ്ഞു, ദൈവം നമുക്കെല്ലാവർക്കും കൂടി നല്ല സമൃദ്ധിയിൽ ഭക്ഷണം കഴിക്കുവാനുള്ള ഒരു സമയം തരട്ടെ എന്ന്. ഇവരുടെ ഈ സംസാരം കേട്ടപ്പോൾ അവന്റെ നെഞ്ചുപടഞ്ഞു. ആകെ ഉണ്ടായിരുന്ന കുറച്ചുപറ്റും എനിക്ക് തന്നു. അവർ കഞ്ഞിവെള്ളം മാത്രം കുടിച്ച് ഉറക്കമില്ലാതെ കിടക്കുന്നു. അവൻ അന്ന് രാത്രി ഒരു തീരുമാനമെടുത്തു, ഞാനിനി ഇവിടെ നിൽക്കുന്നില്ല. അച്ഛനും അമ്മയും അനിയത്തിയും കൂടി ഇവിടെ നിൽക്കട്ടെയെന്ന് അവൻ സ്വപ്നം കണ്ടു. അങ്ങനെ 12 വയസ്സു മാത്രം പ്രായമുള്ള പ്രകാശൻ തിരൂരിൽ നിന്നും ചെന്നൈയിലോട്ട് ട്രെയിൻ കയറി. ജോലി നോക്കാം, 3 നേരം ഭക്ഷണം കിട്ടുമല്ലോ എന്നെല്ലാമായിരുന്നു അവന്റെ ചിന്ത. തിരൂരിൽ നിന്നും രാത്രിയുള്ള ട്രെയിനിൽ അവൻ കയറി. രാവിലെ ചെന്നൈ എന്ന മഹാനഗരത്തിലെത്തിച്ചേർന്നു. പൈസയുമില്ലാതെ അവൻ ചെന്നൈ നഗരത്തിലൂടെ നടന്നുകൊണ്ടിരുന്നു. വിശക്കുന്ന നേരമെല്ലാം വെള്ളം കുടിച്ച് വിശപ്പിനെ ശമിപ്പിച്ചു. അവൻ ആ വലിയ നഗരത്തിലൂടെ നടന്നുകൊണ്ടിരുന്നു. കുറച്ചും കൂടി മുന്നോട്ട് നടന്നപ്പോൾ ഒരു ഹോട്ടൽ കണ്ടു. അവിടെ പോയി ജോലി അന്വേഷിക്കാമെന്ന് കരുതി റോഡ് ക്രോസ് ചെയ്യുവാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്നൊരു കാർ വന്ന് അവനെ ഇടിച്ചു തെറിപ്പിച്ചു. ബോധരഹിതനായി അവൻ റോട്ടിൽ വീണു. ആളുകൾ കൂടി അവനെ ഇടിച്ച കാറിൽ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. 3 ദിവസത്തോളം അവൻ ബോധമില്ലാതെ കടന്നു. ആ കാറിലുണ്ടായിരുന്നത് വലിയ ബിസിനസ് നടത്തുന്ന ദമ്പതികളായിരുന്നു. അവർക്കാകെ വിഷമമായിപ്പോയി. പയ്യന് ബോധം വരാത്തതുകൊണ്ട് അവനെപ്പറ്റി ഒന്നും അറിയുവാൻ കഴിയുന്നില്ല. 3 ദിവസം കഴിഞ്ഞപ്പോൾ അവന് ബോധം വന്നു. 2 ആഴ്ചത്തോളം ഹോസ്പിറ്റലിൽ കടന്നു. അവിടെ നിന്നും ആ ദമ്പതികൾ തന്നെ അവനെ ഡിസ്ചാർജ് ചെയ്തു. അവന്റെ വീട്ടിലോട്ട് കൊണ്ടുപോയി. കാര്യങ്ങളെല്ലാം വിശദമായി അവനോട് ചോദിച്ചറിഞ്ഞു. നീ എങ്ങനെ ഇവിടെ എത്തി? അപ്പോൾ അവൻ പറഞ്ഞു, വീട്ടിലെ ദാരിദ്ര്യം കൊണ്ട് നാടുവിട്ടതാണ്. അവന്റെ എല്ലാ അവസ്ഥകളും അവരെ പറഞ്ഞു കേൾപ്പിച്ചു. അത് കേട്ടപ്പോൾ അവർ പറഞ്ഞു, നിന്നെ ഞങ്ങൾ നിന്റെ വീട്ടിൽ കൊണ്ടുവിടാം. പക്ഷേ അവൻ സമ്മതിച്ചില്ല. ഞാൻ എന്തെങ്കിലും ജോലി ചെയ്യുവാൻ വേണ്ടിയാണ് നാടുവിട്ടിങ്ങോട്ട് പോന്നത്. എനിക്ക് ജോലിയാണ് വേണ്ടത്. ക്യാഷ് ഉണ്ടാകുമ്പോൾ ഞാൻ എന്റെ നാട്ടിലോട്ട് പോയിക്കോളാം എന്നു പറഞ്ഞു. അത് കേട്ടപ്പോൾ ദമ്പതികൾ ആകെ ധർമ്മസങ്കടത്തിലായി. ഇനി എന്തു ചെയ്യും? അവർക്കാണെങ്കിൽ മക്കളുമില്ല. എന്നാൽ ഇവനെ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നിർത്താം. നമ്മുടെ ബിസിനസ്സിൽ ഇവന് ചെറിയൊരു ജോലിയും കൊടുക്കാമെന്ന തീരുമാനത്തിലായി. അതവനെ അവർ പറഞ്ഞു കേൾപ്പിച്ചു. അത് കേട്ടപ്പോൾ അവൻക്കും സന്തോഷമായി. പിന്നീട് നീണ്ട 15 വർഷം അവൻ അവരുടെ കൂടെ ജോലിയെടുത്തു. അവർ അവനെ ഒരു മകനെപ്പോലെ കരുതി വളർത്തി. അവനോട് പറഞ്ഞു, നിന്റെ ശമ്പളം ഞങ്ങൾ നിനക്ക് ഇപ്പോൾ തരുന്നില്ല. നീ നാട്ടിൽ പോകുമ്പോൾ മാത്രമേ തരൂ. നിനക്ക് എന്നാണ് നാട്ടിൽ പോകുവാൻ തോന്നുന്നത് അന്ന് ഞങ്ങളെ അറിയിച്ചാൽ മതി. അവനത് സമ്മതിച്ചു. അവൻക്ക് നല്ല ഭക്ഷണങ്ങളും ഡ്രസ്സുകളും നല്ല ഒരു വാഹനവും അവർ മേടിച്ചു കൊടുത്തു. വളരെ പെട്ടെന്ന് തന്നെ അവന്റെ ജീവിതം റിച്ചായി മാറിയിരിക്കുന്നു. 15 വർഷം കഴിഞ്ഞപ്പോൾ അവൻ അവരോട് പറഞ്ഞു, എനിക്ക് അച്ഛനെയും അമ്മയെയും കാണണം. എനിക്ക് നാട്ടിൽ പോകുവാൻ തോന്നുന്നു. അപ്പോൾ അവർ പറഞ്ഞു, നിനക്ക് അടുത്ത മാസം പോകുവാൻ വെയിറ്റ് ചെയ്യ്. അങ്ങനെ 1 മാസം കഴിഞ്ഞു. ആ ദമ്പതികൾ അവനെയും കൂട്ടി അവരുടെ ബിസിനസ് ഓഫീസിലേക്ക് പോയി. നാട്ടിലും വിദേശത്തുമായി പടർന്നു നിൽക്കുന്ന ഒരു വലിയ സംരംഭമായിരുന്നു. അവരുടെ കാറിടിക്കുന്ന സമയം വരെ അവർക്ക് ബിസിനസ്സിൽ കാര്യമായ ലാഭമൊന്നും നടന്നിട്ടില്ലായിരുന്നു. അവനെ കൂട്ടിയതുകൂടെയാണ് അവരുടെ ബിസിനസ് നല്ല ഉയർച്ചയിലെത്തിയത്. ഈ കാര്യങ്ങളെല്ലാം അവർ അവനെ പറഞ്ഞു കേൾപ്പിച്ചു. മാത്രമല്ല, ബിസിനസിന്റെ 10% പ്രോഫിറ്റ് അവൻക്കവർ മാറ്റിവെച്ചിരുന്നു. അതൊരു വലിയ തുകയുണ്ടായിരുന്നു. ആ എമൗണ്ട് കേട്ടപ്പോൾ അവനാകെ സ്തംഭിച്ചുപോയി. അങ്ങനെ അവൻ നാട്ടിൽ പോകുവാൻ തീരുമാനിച്ചു. ഇതേ സമയം അവന്റെ പെങ്ങളുടെ കല്യാണ സമയമായിരുന്നു. വീടിന്റെ ആധാരം പണയം വെക്കണം, കുറച്ച് ക്യാഷ് എടുക്കണം എന്ന ചർച്ചയിലായിരുന്നു. അച്ഛനും അമ്മയും ഇടയ്ക്ക് കരഞ്ഞുകൊണ്ട് അമ്മ അച്ഛനോട് പറയുന്നുണ്ടായിരുന്നു, നമ്മുടെ മകൻ ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ നമുക്കൊരാശ്വാസമായിരുന്നുവെന്ന്. അത് കേട്ടപ്പോൾ അച്ഛൻ കുറച്ചുനേരം കണ്ണടച്ചിരുന്നു. കല്യാണ ദിവസം അടുത്തുവന്നു. വീട്ടിൽ പന്തലുപണിക്കാരെല്ലാം വന്നു. ചെറിയൊരു പന്തലിട്ടു. സന്ധ്യാനേരം വിളക്ക് തെളിയിക്കുവാൻ വേണ്ടി കല്യാണപ്പെണ്ണ് സിറ്റൗട്ടിലോട്ട് വന്നപ്പോൾ
മുറ്റത്ത് ഒരു അംബാസഡർ കാർ വന്നു നിൽക്കുന്നു. അത് കണ്ടപ്പോൾ അവൾ അച്ഛനെയും അമ്മയെയും വിളിച്ചു പറഞ്ഞു. മൂന്നുപേരും സിറ്റൌട്ടിൽ നിന്നും ആകാംക്ഷയോടെ നോക്കി നിന്നു. അപ്പോൾ ആ കാറിൽ നിന്നും ഒരു ചെറുപ്പക്കാരൻ പുറത്തിറങ്ങി. അവർ മൂന്നുപേരും പരസ്പരം നോക്കി. പരിചയമില്ലാത്ത മുഖമാണ്. ആരാണ് വന്നത്? പിന്നീട് അവൻ അവരുടെ അടുത്തേക്ക് വന്നു എന്ന് പറഞ്ഞ് അമ്മയെ കെട്ടിപ്പിടിച്ചു. അവന്റെ ശബ്ദം കേട്ടപ്പോൾ അവർക്കവനെ മനസ്സിലായി. പിന്നീട് നാലുപേരും കുറേ നേരം കരഞ്ഞ് കെട്ടിപ്പിടിച്ച് സന്തോഷം പ്രകടിപ്പിച്ചു. അവൻ പോയ ദിവസം മുതലുള്ള എല്ലാ കാര്യങ്ങളും അവരെ പറഞ്ഞു കേൾപ്പിച്ചു. പിന്നീട് അവരുടെ ജീവിതം നല്ല സമൃദ്ധിയിലോട്ടുയർന്നു. ദൈവം അവരുടെ ജീവിതം നല്ല മനോഹരമാക്കി കൊടുത്തു. കൂട്ടുകാരെ, ഈ കഥയുടെ അവസാനിക്കുന്നു. നിങ്ങൾക്കിഷ്ടമായെങ്കിൽ സബ് ചെയ്യാൻ മറക്കല്ലേ.